بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുഷ്ദ. അമ്മാ ബഅദ് فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. meine സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി സദാ നിത്യം എന്നും റബ്ബിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ പാടുപെടുക. പ്രത്യേകിച്ച് നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് പള്ളിയിൽ വെച്ച് ജമാഅത്തോടുകൂടി തന്നെ നമസ്കരിക്കുവാൻ ശ്രദ്ധ ചെലുത്തുക. അതിന് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ കൃത്യമായി സമയത്ത് തന്നെ ഖുശൂഅോടെ ഭക്തിയോടെ നമസ്കരിക്കുന്നതോടൊപ്പം ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞ് ജീവിക്കുവാനും നിർബന്ധം പുലർത്തുക. അതിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഈ സന്ദർഭത്തിൽ നാം തുടങ്ങിവെച്ചതായ
സബ്ജക്റ്റ് കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതായ വിഷയമാണ് ഇസ്ലാമിക ചികിത്സ എന്ന സബ്ജക്റ്റ്. ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കപ്പെട്ടത് ഡോക്ടർമാരെ വാർത്തെടുക്കലോ വൈദ്യന്മാരാവലോ ഒന്നും തന്നെയല്ല. മറിച്ച് നമ്മുടെ വിശ്വാസപരമായ കാര്യത്തെ ബാധിക്കുന്ന പലതും അതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ടും പണ്ട് തന്നെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പ് വരേക്കും അന്ധവിശ്വാസങ്ങൾ ഇത്തരം കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുള്ളത് കൊണ്ടും അത്തരം അപകട മേഖലകളിൽ നാം പെട്ടുപോകാതിരിക്കുവാനും മനുഷ്യസഹജമായി രോഗങ്ങൾ എല്ലാവർക്കും വന്നുകൊണ്ടേയിരിക്കും. രോഗങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ കേട്ടതുപോലെ പല ഇനത്തിലുമായിരിക്കും. ചിലപ്പോൾ രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താതിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഖദയും ഖദറും യോജിച്ച് വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് പോലെ മരുന്ന് ആ രോഗത്തിന് യോജിച്ച മരുന്നാണെങ്കിൽ വരേക്കും സുഖം ലഭിക്കുക എന്നത് നമുക്കറിയാം. പക്ഷേ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുകയാണ് അവൻ്റെ ജീവിതം ആസകലമെന്ന് നാം ഇവിടെ പഠിച്ചു വെച്ചതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ ജീവിക്കുന്നതും മരിക്കുന്നതും ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ആര് നന്നായി അമൽ ചെയ്യുന്നവരുണ്ട്, ആര് നന്നായി രോഗം വരുമ്പോൾ ആ രോഗത്തിനുള്ളതായ ചികിത്സ കണ്ടെത്തുന്നതിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് നീങ്ങാൻ പരിശ്രമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതുപോലെ وَلَنَبْلُوَنَّهُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. മരണം ഭൗതികമായ നമുക്ക് കേട്ട് പരിചയമുള്ള പേടി, ഭയം, അതിൽപ്പെട്ടതാണ് നാം ചർച്ച ചെയ്യുന്നതായ രോഗങ്ങൾ. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? പരീക്ഷണമാണ്. പക്ഷേ പരീക്ഷണത്തിൽ ചിലപ്പോൾ ക്ഷമ കൈകൊള്ളാൻ സാധിക്കാത്തവർ കൂട്ടത്തിലുണ്ടാവാം. മുസ്ലിമിൻ്റെ സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്ഷമ കൈകൊള്ളണം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, രോഗം വർദ്ധിച്ചാൽ മരണത്തിന് വേണ്ടി ആരും മരിക്കാൻ കൊതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത്. അഥവാ അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ അല്ലാഹുമ്മ ഇൻ കാനൽ ഹയാതു ഖൈറൻ ലി ഫഅഹ്യിനി അലൽ ഇസ്ലാം വഇൻ കാനൽ മൗതു അല്ലെങ്കിൽ മമാതു ഖൈറൻ ലി ഫഅമിത്നി അലൽ ഇസ്ലാം ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അഥവാ ജീവിക്കൽ നന്മയാണെങ്കിൽ എന്നെ ഇസ്ലാമിൽ ജീവിക്കാനുള്ള ചാൻസ് എനിക്ക് നൽകണം റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ നേതാക്കളിൽ ഖബ്ബാബാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇറാഖിൽ നേതൃത്വങ്ങളൊക്കെ ലഭിച്ച ശേഷം, സാമ്പത്തിക ശേഷി ഉണ്ടായ ശേഷം മാരകമായ രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം മരിക്കാൻ കൊതിക്കുന്നതിന് പകരം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. മഹാപ്രയാസപ്പെട്ട രോഗത്തിലായിരുന്നു അദ്ദേഹം ആ സന്ദർഭത്തിൽ കഴിച്ചു കൂട്ടിയിരുന്നത്. മരിക്കൽ ഖൈറാണെങ്കിൽ മരിപ്പിക്കുക, ജീവിക്കൽ ഖൈറാണെങ്കിൽ ജീവിപ്പിക്കുക എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എന്നെ നീ മരിപ്പിച്ച് കളയണം റബ്ബേ എന്ന് എത്ര തന്നെ പ്രയാസമുള്ള രോഗം പിടിപെട്ടാലും ഒരു മുസ്ലിം പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. കാരണം ഒരു മുസ്ലിം ഒരു നിമിഷം ഭൂമിയിൽ ജീവിച്ചു കിട്ടൽ പരലോകത്തിൽ എത്രയോ വലിയ ഗ്രേഡുകൾ ഉയരാനുള്ളതായ കാരണമാണ്. അതെ, മുസ്ലിം ഇവിടെ ജീവിക്കുക, സത്യവിശ്വാസി ജീവിക്കുക, 5 വക്ത് നമസ്കാരക്കാരൻ ജീവിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടാവുക, അത് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ അനുഗ്രഹമാണ്. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ആസകലം അനുഗ്രഹമാണ്.
മുസ്ലിം അനുഗ്രഹമാണ്, മുസ്ലിം ബർക്കത്താണ്. കാരണം അവൻ ആണ് ഇവിടെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ കാരണമായ ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹ്ക്ക് മാത്രം ആരാധനകളെ സമർപ്പിച്ചുകൊണ്ട്, ലക്ഷ്യമറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ബുദ്ധിജീവി അവനാണ് എന്നതുകൊണ്ട് സഹിയായ ഹദീസിൽ കാണാവുന്നതാണ്. യാത്രയിലൂടെയോ രോഗങ്ങളിലൂടെയോ വല്ല സത്യവിശ്വാസിക്ക് സാധാരണ ചെയ്യാറുള്ളതായ വല്ല അമലുകളിൽ വീഴ്ച വന്നാൽ രാത്രി നമസ്കരിക്കാൻ പറ്റിയില്ല, നോമ്പ് സാധാരണ നോക്കാറുള്ള സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, ദിക്റുകൾ ചെല്ലേണ്ടതുപോലെ ചെല്ലാൻ പറ്റിയില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ യാത്രയിലായതുകൊണ്ട്. പക്ഷേ അവന് ശരിക്കും ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ശരിക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൽ പകർത്തിയും കൊണ്ട്, അള്ളാഹിനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് ജീവിക്കുന്നവനാണ് അവൻ, ജീവിക്കുന്നവളാണ് അവൾ എങ്കിൽ റസൂല് പറയുന്നു, അവൻ രോഗമുള്ള സമയത്ത്, അതുപോലെ തന്നെ അവൻ യാത്രയിലാകുന്ന സമയത്ത് എല്ലാം അവൻ ആരോഗ്യമുള്ള സമയത്തുള്ളതായ അമലുകൾ ചെയ്ത പ്രതിഫലം അവൻ്റെ റിക്കാർഡിൽ അള്ളാഹു എഴുതിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. മഹാഭാഗ്യം. എന്താ പിന്നെ വേണ്ടത്? നന്നായി ജീവിച്ചാൽ മതി. നന്നായി ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മരിക്കാൻ കൊതിക്കൽ പാടുള്ളതല്ല എന്നതാണ് കേട്ടത്. അതുകൊണ്ട് തന്നെ യുദ്ധപ്പൊറുക്കളത്തിൽ വെച്ചിട്ട് ഒരു കപടവിശ്വാസി ആയിരിക്കാം അത്, ആത്മഹത്യ ചെയ്തതായ വ്യക്തിക്ക് റസൂലുള്ള നമസ്കരിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള അദ്ദേഹത്തിന് നമസ്കരിച്ചില്ല. ശത്രുവിൻ്റെ വാളിനിരയായപ്പോൾ സഹിക്കവയ്യാത്തത് കൊണ്ട് അദ്ദേഹം മരണം താമസിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സ്വന്തം കടാരി കൊണ്ട് അദ്ദേഹത്തിനെ തന്നെ എന്തു ചെയ്തു? കുത്തിക്കൊന്നു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെക്കുറിച്ച് നന്മ പറഞ്ഞപ്പോൾ അത് കൂട്ടാക്കിയിരുന്നില്ല അല്പം മുമ്പ്. അപ്പോൾ ആ സഹാബി എന്താ റസൂൽ അങ്ങനെ സമീപിച്ചത് എന്ന സംശയത്തോടു കൂടി അദ്ദേഹത്തെ വീക്ഷിക്കുകയായിരുന്നു. പിന്നെ ആ സഹാബിക്ക് മനസ്സിലാക്കാൻ പറ്റി റസൂലുള്ളാഹിയുടെ സമീപനം അങ്ങനെയായത് ഇത് കാരണത്താലാണ്. ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പരിപൂർണമായി ഇസ്ലാം ഉൾക്കൊണ്ട വ്യക്തിയല്ല, അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നത്. ഇസ്ലാമിക ചികിത്സ പറയുമ്പോൾ ആരും ഒരിക്കലും കൊതിച്ചു പോകരുത്, ആഗ്രഹിച്ചു പോകരുത്. മരിക്കാൻ എന്ന വാക്കിന്, മരിക്കാൻ എന്ന കാര്യത്തിന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ച ആ വാക്ക് പറയുന്നതിന് പ്രസക്തിയുണ്ട്. വിഷയവുമായിട്ട് ടച്ചുള്ള വിഷയമാണത്, കാര്യമാണത് അല്ലേ? അല്ലാഹുമ്മ ഇൻ കാനൽ ഹയാതു ഖൈറൻ ലീ ഫഅഹീനി അലൽ ഇസ്ലാം വഇൻ കാനൽ മമാതു ഖൈറൻ ലീ ഫഅമിത്നി അലൽ ഇസ്ലാം എന്ന അല്ലെങ്കിൽ ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഏത് പദവും മലയാളത്തിലോ മാതൃഭാഷയിലോ അവരവർക്ക് പറയാവുന്നതാണ്. ജീവിക്കൽ നന്മയുള്ളതാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം, എനിക്ക് നീ ജീവിക്കാനുള്ള ചാൻസ് നൽകണം. മരിക്കലാണ് നന്മയെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം എന്ന് കൊതിക്കുകയല്ലാതെ റബ്ബേ എന്നെ മരിപ്പിച്ച് കളയൂ, എനിക്കിത് സഹിക്കാൻ പറ്റുകയില്ല എന്ന പദം മുസ്ലിം പറഞ്ഞു പോകാൻ പാടില്ല. എത്ര തന്നെ മാരകമായ രോഗമാണ് പിടിപെട്ടതെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടാതെ അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നതായ തത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാതെ ജീവിച്ച ഒരു വ്യക്തിയുടെ കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മരിക്കാൻ കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു? സായിബാബാൻ്റെ അടുക്കലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോകുമെന്ന്. എന്താ പറഞ്ഞത്? സായിബാബാൻ്റെ അടുക്കൽ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഗതികെട്ട സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ജീവിക്കുന്ന വേളയിൽ ശരിക്ക് അബൂബക്കർ പോയ റൂട്ടിൽ പോകാത്തതുകൊണ്ടാണ്, ഉമറും ഉസ്മാനും പോയ റൂട്ടിൽ പോകാത്തതുകൊണ്ടാണ് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അതെ സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ അതിനു മുമ്പത്തെ ക്ലാസ്സിലൂടെയും നാം പഠിച്ചു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു മുസ്ലിം പ്രതിരോധിക്കേണ്ടത് രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടി എന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടിയുള്ള സർവ്വ ചുറ്റുപാടുകൾ, സർവ്വ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കാൻ വേണ്ടിയുള്ള ആ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ യന്ത്രത്തിലൂടെ, നമ്മുടെ ഈ ശരീരത്തിലൂടെ നമുക്ക് രോഗം ബാധിക്കാതിരിക്കാൻ, ഏത് സമയത്തും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കാൻ, നോമ്പ് പിടിക്കേണ്ട സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ടേയിരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഹജ്ജ് ചെയ്തുകൊണ്ടേയിരിക്കാൻ, ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതും ചെയ്യാൻ, അതുപോലെ ജനങ്ങൾക്ക് സദുപദേശങ്ങൾ ചെയ്യാൻ, ജനങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ, ജനങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് ഇസ്ലാമിക CD അല്ലെങ്കിൽ കേസറ്റോ എത്തിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് ഇസ്ലാമിക പത്രങ്ങളോ പ്രബോധനങ്ങളോ എത്തിച്ചു കൊടുക്കാൻ, ഇതിനെല്ലാം ഉള്ളതായ സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യത്തിലൂടെ നൽകി. ആരോഗ്യമുണ്ടാവുക എന്നത് മഹാ നേട്ടമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ.
അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നവർക്കാണ് അതിൻ്റെ വിലയും മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കേണ്ടി വരുന്നു. യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാത്തവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നു ലഹരിയിലൂടെ, അല്ലെങ്കിൽ ചുരുങ്ങിയാൽ പുകവലിയിലൂടെ മാത്രം അവൻ്റെ രീഅത്ത് എത്ര വടക്കാകുന്നു എന്നത് ഇന്ന് ഇന്നുള്ള യന്ത്രങ്ങളിലൂടെ, നെറ്റുകളിലൂടെ, ടെലിവിഷനുകളിലൂടെ ഓപ്പറേഷൻ ചെയ്തിട്ട് അകത്ത് കയറിയ കാറുപ്പിനെ നോക്കിയിട്ട് പഠിപ്പിക്കുന്നതായ ക്ലാസ്സുകളും CD-കളും കാസറ്റുകളും നിറഞ്ഞ ഈ യുഗത്തിൽ അതിൻ്റെ പ്രസക്തി എത്രയുണ്ടെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, അത് ചെറിയ വിഷയമാണ് പുകവലി എന്നാണ് പലരും പറയാറുള്ളത്. ഒരു ദിവസത്തിൽ ഒരു പാക്കറ്റ് വലിക്കുകയാണെങ്കിൽ അതിന് 10 റിയാലാണ് 5 റിയാലാണ് കൊടുക്കുന്നതാണെങ്കിൽ 60 വർഷം ഒരുത്തൻ വലിക്കുമ്പോൾ എത്ര കാശാണ് അവൻ തീ കൊണ്ട് കരിച്ച് ചുട്ട് ചാമ്പലാക്കി കളയുന്നത് എന്നത് വേറെ പ്രശ്നമാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരടി മുന്നോട്ട് വെക്കരുത്. നീ എങ്ങനെ സമ്പാദിച്ചു? മിൻ ഐന ഇക്തസബ് ഫീമ അൻഫഖ്, ആ സമ്പത്ത് എവിടുന്ന് നീ സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഈ പുകവലിച്ച് തീ കൊണ്ട് ചുട്ടുകരിച്ച് ചാമ്പലാക്കി കാശിനെ കരിക്കുന്നവർക്ക് മറുപടി കണ്ടെത്തേണ്ടി വരും. അള്ളാഹു എല്ലാവരും ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. നാം കഴിഞ്ഞ ക്ലാസിൻ്റെ സമാപനത്തിൽ മുഖവുര മാത്രമാണ് പറഞ്ഞു. രോഗങ്ങൾ, അതിനുള്ള ചികിത്സകൾ അറിയപ്പെടുന്ന രോഗങ്ങളുണ്ട്, അതിനുള്ള ചികിത്സകൾ അറിയപ്പെടാത്ത രോഗങ്ങളുണ്ട്. പക്ഷേ ഒരു രോഗം ഇവിടെ അല്ലാഹ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ ചികിത്സയും ഇറക്കിയിട്ടുണ്ടെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് ചിലപ്പോൾ നാം കാണുന്ന ബാഹ്യമായ വേദന, ബാഹ്യമായി നമുക്ക് തോന്നുന്നതായ രോഗം, അതിനുള്ള ചികിത്സ നൽകിയിട്ട് ഒരു പ്രയോജനവുമില്ലാതെ, എക്സ്റേ എടുത്തിട്ട് ഒരു രോഗവും കാണാതെ, അല്ലെങ്കിൽ വേറൊരു രൂപത്തിലുള്ള പരിശോധനകൾ പരിശോധിച്ചിട്ട് ഒരു രോഗവും കാണാതെ അതേ സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് താനും, അങ്ങനെയുള്ള രോഗവും ഒരു പക്ഷേ ഉണ്ടാവാം എന്നും ഞാൻ ക്ലാസിൻ്റെ സമാപനത്തിൽ പറഞ്ഞു. അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മുസ്ലിം ചികിത്സ കണ്ടെത്തേണ്ടത് മറ്റു രോഗങ്ങൾക്കെന്ന പോലെ തന്നെ, മറ്റു ഭൗതികമായി അറിയുന്ന വേദനകൾക്കെന്നതുപോലെ തന്നെ അതിന് ഒരു മുസ്ലിം കണ്ടെത്തേണ്ടത് ചികിത്സ അത് അള്ളാഹിലേക്ക് അടുക്കലിലൂടെയാണ്, അള്ളാഹിനെ സ്മരിക്കലിലൂടെയാണ്, അള്ളാഹിനെ ഓർക്കലിലൂടെയാണ്, അള്ളാഹ് ഇറക്കിയ ഖുർആനിനെ ഓതലിലൂടെയാണ്. ആ ഖുർആൻ ഓതിയിട്ട് ആ വ്യക്തിയുടെ മേലിൽ ഒന്നിരിക്കലോ ഊതുക, അല്ലെങ്കിൽ അവൻ സ്വയം ഊതിയിട്ട് അവൻ്റെ കയ്യിൽ ഊതിയിട്ട് കൈ ശരീരത്തിൽ തടവുക. പല രൂപങ്ങളും നാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് അർ-റുഖിയ്യ എന്ന്. അർ-റുഖിയ്യ അശ്ശറഇയ്യ, ശർഈയായ മന്ത്രങ്ങൾ എന്നാണ് അതിന് പറയുക. ശർഈയായ മന്ത്രങ്ങൾ എന്ന തലക്കെട്ട് നൽകിയിട്ട് പറയേണ്ടതായ പ്രാർത്ഥനകളെ പറഞ്ഞതായ വേളയിൽ റിയാദുസ്സാലിഹീൻ്റെ ഉടമ നമുക്കെല്ലാം പരിചയമുള്ള അൽ ഇമാം യഹ്യ ഇബ്നു ശറഫുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ദുആ പ്രാർത്ഥനയുടെ ബാബാകുന്നു എന്നാണ് തലക്കെട്ട് നൽകിയത്. പഠിപ്പിക്കും പോലെ മന്ത്രം യഥാർത്ഥത്തിൽ എന്താണ്? മന്ത്രം എന്താണ്? പ്രാർത്ഥനയാണ്. എന്താണ് മന്ത്രം എന്ന് പറഞ്ഞാൽ? അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണ്. അദിഹി ബിൽ ബഅസ റബ്ബന്നാസ്, ഉദാഹരണത്തിന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അദിഹി ബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫ് ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. രോഗിയെ കാണാൻ പോയാൽ, ഹോസ്പിറ്റലിൽ ചെന്നാൽ രോഗിയുടെ മീതെ കൈവച്ചിട്ടോ വെക്കാതെയോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഹോസ്പിറ്റലിൽ ചെന്നാൽ നാം അത് കാട്ടാറില്ല. നാം ഭൗതികമായി കണ്ടുപിടിച്ചതായ ഒരു പ്രത്യേക ശൈലി എന്താണ്? അദ്ദേഹത്തിന് സമ്മാനം അർപ്പിക്കുക എന്നതാണ്. അദ്ദേഹത്തിന് എന്തിനുണ്ടോ സമ്മാനം? അദ്ദേഹം ഒന്നിരിക്കലോ ആ വിരിപ്പെന്ന് മടങ്ങി വരൂല, ഒന്നിരിക്കലോ മടങ്ങി വരും. ആ രൂപത്തിലാണ് മൂപ്പര് കിടക്കുന്നത്. മൂപ്പർക്ക് അവിടെ വേണ്ടത് സമ്മാനമല്ല, ചോക്ലേറ്റ് അല്ല. മൂപ്പർക്ക് വേണ്ടത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ്. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കപ്പെടേണ്ടത് യഥാർത്ഥത്തിൽ. ഷിർക്കുൻ എന്ന ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയതായ ഹദീസുകളിൽ പറഞ്ഞതായ ഹദീസുകളിലുണ്ട്. അത് നാം പഠിക്കേണ്ട ഭാഗമാണ്. എന്തുകൊണ്ട്? ആദ്യ കാലഘട്ടത്തിൽ
നാം ഇവിടെ സിയാറത്തിനെ കുറിച്ച് പഠിച്ചതുപോലെ സിയാറത്ത് ഹറാമാണ് ആദ്യ കാലഘട്ടത്തിൽ എന്ന് നാം പഠിച്ചല്ലോ. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്, റസൂൽ പറഞ്ഞ വാക്കാണ്. ഇവിടെ നമ്മുടെ സദസ്സിലിരിക്കുന്ന മുസ്ലിയാമാരും മുസ്ലിം മൗലവിമാരും പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ വിശദീകരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ്. സംശയം തീർത്തി നമ്മുടെ സബ്ജക്റ്റ് അതല്ലല്ലോ. റസൂലുള്ളാഹി മദീനയിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, കുന്തു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് പാടില്ല എന്ന് ഞാൻ പണ്ടൊരു കാലഘട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അലാ, അറിയണം എൻ്റെ ഉമ്മത്തുകളെ, ഫസൂറുഹ, ഇന്നു മുതൽ നിങ്ങൾ ഖബർ സന്ദർശനം നടത്തിക്കൊള്ളുക. ഫൈന്നഹ, എന്തുകൊണ്ട് ഖബർ സന്ദർശനത്തിലൂടെ തുദക്കിറുക്കുമുൽ ആഖിറ, പരലോകം ഓർക്കാൻ അത് കാരണമായി തീരും. അതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടവരുടെ അടുക്കലേക്ക്, മരിച്ച ഖബറിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നങ്ങട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നു റസൂൽ പഠിപ്പിച്ചതായ ഭാഗം, അൻതും സലഫുനാ വനഹനു ഖലഫുക്കും, അല്ലെങ്കിൽ അൻതും ലനാ സലഫു വനഹനു ലക്കും ഖലഫ്, നിങ്ങൾ അല്പം മുമ്പ് പോയി ഞങ്ങൾ അല്പം കഴിഞ്ഞാൽ മടങ്ങി വരും, നിങ്ങളും ഞങ്ങളും എല്ലാം ഈ ഖബറാളികളായി മാറേണ്ടവർ തന്നെയാണ് എന്ന പദം നീ പറയുമ്പോൾ നിനക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അത് നിനക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന ഭാഗമാണ്. നീ മരിക്കും, അവൻ മരിച്ചതുപോലെ എന്നത് പഠിക്കാൻ അത് നിനക്ക് പ്രയോജനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ഖബർ സിയാറത്ത് ചെയ്തുകൊള്ളുക എന്ന് കൽപ്പിച്ചതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വിരോധിച്ചതിനെ അനുവദിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പണ്ട് കാലഘട്ടങ്ങളിൽ ശിർക്ക് ഉൾക്കൊണ്ടതായ മന്ത്രങ്ങൾ വ്യാപകമായ കാലഘട്ടത്തിൽ മന്ത്രം വിരോധിച്ചിരുന്നു. ശിർക്ക് ഉൾക്കൊണ്ടതായ മന്ത്രങ്ങൾ വ്യാപകമായ കാലഘട്ടത്തിൽ മന്ത്രം ഉപയോഗിച്ചിരുന്നു. പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻകാലഘട്ടത്തിലാണ് അത് അനുവദിച്ചത്. എപ്പോൾ? മന്ത്രം ഖുർആനിലൂടെ ആവാമെന്നതും മന്ത്രം സുന്നത്തിലൂടെ ആവാമെന്നതും മന്ത്രം അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെ സിഫാത്തുകളിലൂടെ ആവാമെന്നതും മന്ത്രം നല്ല വാക്കുകളിലൂടെ ആവാമെന്നതും വഹയിലൂടെ പഠിപ്പിക്കപ്പെട്ട ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അരിളു അലയ്യ റുഖാക്കും, നിങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രങ്ങളൊന്ന് ഞാൻ കാണട്ടെ, ഞാൻ കേൾക്കട്ടെ. അങ്ങനെ സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ അനുവദിക്കപ്പെട്ടതായ ഭാഗങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദനീയമാണ് എന്ന് പറയുകയും അത് സ്ഥിരീകരിക്കപ്പെടുകയും പിന്നെ അത് റസൂലുള്ളാഹിക്ക് വേണ്ടി ജിബ്രീൽ ഫിറ്റാക്കി കൊടുത്തു. അതുപോലെ തന്നെ റസൂൽ സ്വയം ശരീരത്തിന് വേണ്ടി ചെയ്തു. അതുപോലെ റസൂൽ മറ്റു സഹാബാക്കൾക്ക് വേണ്ടി ചെയ്തു. അതെല്ലാം ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഗണിക്കപ്പെടുകയും ചെയ്തു ഇസ്ലാമിൽ. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കേട്ടതുപോലെ അപ്പോൾ വിരോധിക്കപ്പെട്ട കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞ വാക്കുകളാണ് മന്ത്രങ്ങളും അതുപോലെ തന്നെ ഉറുക്കുകളും. വിരോധിക്കപ്പെട്ടതിൽ അനുവദിക്കപ്പെട്ടത് മന്ത്രമാണ്. കേൾക്കാൻ പോകുന്നത് പോലെ മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. തമായിം എന്ന് പറഞ്ഞാൽ ഉറുക്ക് അല്ലെങ്കിൽ ഏലസ്. ഓരോ നാട്ടുകാരും അവരവരുടെ ഭാഷയിൽ പലതും പറയും. സംഗതി അറിയുമല്ലോ. നല്ലത് എഴുതട്ടെ, വടക്ക് എഴുതട്ടെ. പലപ്പോഴും ജിന്നിൻ്റെ പേരുകളായിരിക്കും എഴുതുക, ചിലപ്പോൾ പിശാച്ചിൻ്റെ പേരുകളായിരിക്കും എഴുതുക, ചിലപ്പോൾ അവിടെ അൽ കഹഫിൻ്റെ കൂടെ ഉണ്ടായ നായയുടെ പേരായിരിക്കും എഴുതുക. നമ്മൾക്കറിയാം, പണ്ട് നമ്മൾ കാട്ടിയതാണ്. അള്ളാഹു പുറത്തു തരട്ടെ. അങ്ങനെ ചിലപ്പോൾ ആയത്തുൽ കുർസി തന്നെയാണ് എഴുതുന്നതെങ്കിൽ അള്ളാഹ് ഇറക്കിയതുപോലെ എഴുതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് എഴുതുന്നതിന് പകരം ഡബിൾ ലാം പിന്നെ അങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ട് അള്ളാഹ് ഇറക്കിയ രൂപത്തിലല്ലാതെ എഴുതുക. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനെ കഴുത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ കെട്ടിത്തൂക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്യുക. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് കാലഘട്ടങ്ങളിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഹറമിൽ പ്രസംഗിച്ചു ഇരുന്നതായ ഒരു അലി മുഷ്രിഫ് എന്ന ഷെയ്ഖ് ഉണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ടൊരു മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ജിന്നുണ്ട്, എനിക്ക് പിശാചുണ്ട്, എനിക്ക് പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നോട്ടം നോക്കിയപ്പോൾ കയ്യിൽ ഏലസിൻ്റെ കെട്ട് കണ്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ കത്രിയുമുണ്ട്. വാടക ഇവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഏലസ് പൊട്ടിച്ചു. പറഞ്ഞു, നിൻ്റെ പിശാച്ച് അതാണ്, അത് പോയി, നീ പോയിക്കോന്ന് പറഞ്ഞു. നിൻ്റെ രോഗം മാറിയെന്ന്.
മനസ്സിലായില്ലേ? കാരണം തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മന്ത്രിക്കുകയാണെങ്കിലുള്ള പ്രത്യേകതയാണത്. അദ്ദേഹത്തിന് അറിയാം ഇത് പാടില്ലാത്ത കാര്യമാണ്. അത് ആയത്തുകളാണ് എഴുതപ്പെട്ടതെങ്കിൽ തന്നെ കെട്ടിത്തൂക്കുക എന്നത് അനുവദനീയമല്ല ഇസ്ലാമിൽ എന്നതുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അത് ബിദ്അത്താണ്. എപ്പോൾ അതിലുള്ളത് ഖുർആനാണെങ്കിൽ, അതിലുള്ളത് ഖുർആനോ സുന്നത്തോ ആണെങ്കിൽ അത് ബിദ്അത്താണ്. കാരണം അങ്ങനെയല്ല ചികിത്സിക്കാൻ റസൂൽ കൽപ്പിച്ചത് എന്നതുകൊണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ളത് ഷിർക്കാണെങ്കിലോ, അത് വിശ്വസിച്ചുകൊണ്ടാണ് കെട്ടുന്നതെങ്കിൽ അതിൽ ജിന്നിൻ്റെ പേരാ ഉള്ളത്, പിശാചുകളുടെ പേരാ ഉള്ളത്, ഇങ്ങനെയുള്ളവരുടെ പേരും എഴുതി അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പേരാ ഉള്ളത്. ഈ പേരുകളിലൂടെ എൻ്റെ കാര്യം ലഭിക്കും, എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ കൂടിയാണെങ്കിൽ ഈ ഹദീസിൻ്റെ അകത്ത് അത് പെടും. ഈ ഹദീസ് എന്താണ്? റസൂൽ പറയുന്നു വത്തമാഇമു ശിർക്കുൻ, ഏലസുകൾ ഷിർക്കാണ്. തിവല എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ പുരുഷനെ അടുപ്പിക്കാൻ വേണ്ടി കഴുത്തിൽ കെട്ടിത്തൂക്കുന്നതായ സാധനം. അത് തലസമാത്തിൻ്റെ കിതാബ് എന്ന് നമ്മുടെ നാട്ടിൽ നാം പറഞ്ഞിരുന്ന തലാസിമിൻ്റെ ഗ്രന്ഥം എന്ന അറബി ഭാഷയിൽ പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ കൂടിച്ചേർന്നതായ കരിഞ്ചന്തകളിൽ പെട്ടതാണത്. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേട്ടത്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ വിരോധിക്കപ്പെട്ടിരുന്നു എന്നും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അർള് ചെയ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കല്ലാത്തതായ നല്ല ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട് മന്ത്രങ്ങളിൽ, അത് നടക്കട്ടെ, അത് നിലനിൽക്കട്ടെ, അത് പ്രവർത്തിച്ചോട്ടെ, അത് ചെയ്തോട്ടെ എന്ന് അനുവദിച്ചു എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ വിരോധിക്കപ്പെട്ടത് ലോകവ്യാപകമാണ് എന്നും ഇപ്പോൾ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ ലോകത്തിൽ ഞങ്ങളാണ് ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയവരെന്ന് കൊട്ടിഘോഷിക്കുന്നതായ പാശ്ചാത്യ നാടുകളിൽ ചെന്നാൽ പോലും എത്രയോ ക്ലിനിക്കുകളുണ്ട്. അവിടെ പൂജാരികൾ ഇരിക്കുന്ന ഇസ്മിൻ്റെ പണിക്കാർ എന്ന പേരിൽ പറയുന്നതായ കണക്കപ്പിള്ളമാർ ഇരിക്കുന്നതായ എത്രയോ സ്ഥലങ്ങളുണ്ട്, ജനങ്ങൾ ക്യൂ നിൽക്കുന്നതായ സ്ഥലങ്ങൾ ആ നാടുകളിൽ ഇന്ന് വരേക്കും. നമ്മുടെ നാടിനെ കുറിച്ച് ഇവർ പറയേണ്ടതില്ല. കാരണം ലോകത്ത് വല്ല മതമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട്, ലോകത്തിൽ എന്തെങ്കിലും ഇസങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയുടെ പ്രത്യേകത അതാണ്. ഇന്ത്യയിലേക്ക് പോയവരൊക്കെ എഴുതുന്ന ലേഖനങ്ങൾ അറബികൾ പഴയ കാലഘട്ടത്തിൽ തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ് എഴുതൽ. റിഹലത്തി ഇലാ ബിലാദിൽ അജായിബ്, അത്ഭുതങ്ങളുടെ നാട്ടിലേക്ക് എൻ്റെ യാത്ര. എന്താണ് എഴുതുക ഇന്ത്യയെക്കുറിച്ച്? അങ്ങനെ വേറെ ഏത് നാട്ടിനെ കുറിച്ച് എഴുതുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എഴുത്തുകാർ ഈ നാട്ടിൽ നിന്നിട്ട് ഇന്ത്യ കറങ്ങി വന്നാൽ എഴുതൽ അങ്ങനെയാണ്. രഹിലത്തി, എൻ്റെ വിസിറ്റ് എവിടേക്ക്? ബിലാദിൽ അജായിബ്, അത്ഭുതങ്ങളുടെ നാട്ടിലേക്ക്. എന്താണത്? മനുഷ്യൻ പൂജിക്കാത്ത സാധനം അവിടെ ഇല്ല എന്ന് എഴുതി ഒരു പണ്ഡിതൻ. ശരിയാണത്. മൂപ്പര് കണ്ടില്ല, ഇങ്ങനത്തെ പൂജിക്കുന്നു, യോനിയെ പൂജിക്കുന്നു, കണ്ടതും കേട്ടതും പൂജിക്കുന്നു. എന്നിട്ട് ഈ പൂജിക്കുന്ന സാധനത്തെ തന്നെ സുബ്ഹാനല്ലാഹ് പിന്നെ അവർ കുടിക്കുന്നു, അവരതിൽ കുളിക്കുന്നു. അത് നമ്മുടെ നാട്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ട, നമ്മൾക്ക് അറിയാമല്ലോ. കല്ലുകാരുടെ കാഞ്ഞരക്കുറ്റു മുതൽ മുള്ളുമുരുടെ മുറുക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ നടക്കുന്ന നാടാണ് നമ്മുടെ നാട് എന്നതുകൊണ്ട് അവിടെ അങ്ങനെയുള്ളതായ നീച ശൈലികൾ ചികിത്സക്കും ഉപയോഗപ്പെടുത്താറുണ്ട്, ഇന്ന് വരെ ഉണ്ട്, നമുക്കറിയാവുന്നത് പോലെ. സഹോദര സഹോദരിമാരെ, എന്നാൽ നാം പറഞ്ഞു എന്താണ് കാരണമെന്നറിയാത്തതായ രോഗങ്ങൾ, അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ സിഹറായിരിക്കും അല്ലെങ്കിൽ കണ്ണേറായിരിക്കും എന്ന് നാം പറയാറുണ്ട്. പക്ഷേ ആധുനിക യുഗത്തിൽ അഖലാനിയത്ത് കയറിക്കൂടിയ വിഭാഗം അത് രണ്ടും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് എതിർക്കുന്നവരാണ്. ഇസ്ലാമാണെങ്കിൽ ഖുർആനാണെങ്കിൽ അത് അംഗീകരിച്ചിട്ടുണ്ട് താനും. അങ്ങനൊരു സാധനമുണ്ട്. അത് ഖളാഇനും ഖദറിനും വിരുദ്ധമല്ല, എതിരല്ല, അള്ളാഹുവിൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടൂല. ഒരാൾ മരണം എന്ന സാധനമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതേസമയത്ത് മരണം ചെയ്യാൻ പാടില്ല, മരണം ചെയ്യിപ്പിക്കാൻ പാടില്ല, മരണത്തിലൂടെ മരണം മാറ്റാനും പാടില്ല, മരണത്തിലൂടെ മരണം മാറ്റാനും പാടില്ല. മരണം എന്നൊരു സാധനമുണ്ട് എന്ന് ഖുർആൻ
പലയിടങ്ങളിൽ മടക്കി മടക്കി പറഞ്ഞതാണ്. അതിന് സ്പെഷ്യലായി പ്രത്യേകമായ ഒരു ക്ലാസ് തന്നെ ഇൻഷാ അള്ളാഹ് തൗഫീക്ക് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഭാവിയിൽ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ രണ്ടാമതായിട്ട് കണ്ണേർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതും ഇസ്ലാം അംഗീകരിച്ച സാധനമാണ്. അതും ഖളാഇനോ ഖദറിനോ എതിരല്ല എന്നും കേൾക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള രണ്ട് കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അധികവും പൈശാചിക പ്രവർത്തനങ്ങളായതുകൊണ്ട്, പിശാചിന് കൈകടത്തൽ ഉള്ളതുകൊണ്ട്, അതിൽ നിന്നിട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പൈശാചിക ചലനങ്ങൾ, പൈശാചിക ചികിത്സകൾ പണ്ട് തന്നെ അറിയപ്പെട്ടതായിരുന്നു. അതിൽപ്പെട്ടതാണ് അറാഫീങ്ങൾ, കഹാനീങ്ങൾ അഥവാ കണക്കപ്പിള്ളന്മാരെ കാണുക, എന്നിട്ട് ജ്യോത്സ്യക്കാരെ കാണുക, എന്നിട്ട് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പരിശ്രമിക്കുക, ആര് മാരണം ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയും ഇവിടുന്ന് കണ്ണേർ തട്ടി എന്നറിയാൻ വേണ്ടിയും. അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ പാടില്ലാത്ത ശൈലികളെല്ലാം അനിസ്ലാമിക ശൈലികളായിട്ട് പണ്ട് തന്നെ അറിയപ്പെടുന്നതായിരുന്നു. ഒന്ന് അറാഫിങ്ങളുടെ പ്രവർത്തനമാണ്, മറ്റൊന്ന് കഹാനത്താണ്, മറ്റൊന്ന് സജ്ർ എന്ന് പറയും. അഥവാ ലക്ഷണം നോക്കാൻ വേണ്ടി പക്ഷിയെ ഉപയോഗപ്പെടുത്തുക. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ, പക്ഷി കാർഡ് എടുത്ത് കൊടുക്കുന്നതും എന്നിട്ട് കാർഡ് പരിശോധിക്കുന്നതും, അതേ കാർഡ് തന്നെ എടുക്കാൻ വേണ്ടി പക്ഷിക്ക് മുൻകൂട്ടി വിവരം കിട്ടിക്കാണും, അതനുസരിച്ച് മൂപ്പത്തി കൊണ്ടുവരുന്നതും ഒക്കെ കാണാറുണ്ടല്ലോ. അറബികൾ വേറെ രൂപത്തിലാണ് കാലു തയ്യർനാബിക്കും എന്നൊക്കെ പറയുന്ന ഈ സൂറത്ത് യാസീനിലുള്ള ആയത്തൊക്കെ ഉണ്ടല്ലോ. ഈ അവലക്ഷണം ശുഭലക്ഷണം ഇതൊക്കെ നോക്കാൻ വേണ്ടി പക്ഷിയെ വിടും. പക്ഷി ഇന്ന ഭാഗത്താണ് ഓടിയതെങ്കിൽ പോകണമെന്ന് തീരുമാനിക്കുക, മറുഭാഗത്താണ് ഓടിയതെങ്കിൽ പോകണ്ട എന്ന് തീരുമാനിക്കുക. അല്ലെങ്കിൽ പക്ഷിയുടെ ശബ്ദം, പക്ഷിയുടെ പേര്, പക്ഷിയിലൂടെ നന്മ തിന്മ കണ്ടെത്തുക എന്നതാണ്. അത് പണ്ട് ഉപയോഗപ്പെട്ടതായ ശൈലിയാണ്. അതുപോലെ തന്നെ ലക്ഷണം നോക്കുക, മുഖലക്ഷണം നോക്കി സംസാരിക്കുക, കൈ നോക്കി സംസാരിക്കുക, അതൊക്കെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. എത്രത്തോളം നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കണക്കപ്പിഴടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ കൂട്ടുകാരുടെ കൂടെ പോയതാണെങ്കിൽ പോലും 40 ദിവസത്തെ നിസ്കാരം പോയി. വെറുതെ പോയതാണ്. മൂപ്പർക്ക് ഇങ്ങനെ ഒന്ന് പഠിക്കണം. എന്താ മൂപ്പർ കാട്ടുന്നത്? പോകാൻ പറ്റൂല. അവൻ്റെ അടുക്കൽ നീ പോകരുത്. പ്രത്യേകിച്ച് നിങ്ങൾ സൗദി അറേബ്യയിലും മദീനയിലും മക്കയിലൊക്കെ വന്ന് താമസിച്ചിട്ട് നാട്ടിലേക്ക് വല്ല തട്ടിപ്പിൻ്റെ ആൾക്കാരുടെ വീട്ടിലേക്ക് പോകുന്ന കണ്ടില്ലേ, മക്കയിൽ താമസിക്കുന്ന മനുഷ്യനല്ലേ പോകുന്നത്. നമ്മൾക്കെന്താ പോയാൽ? അവരറിയില്ല നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണെന്ന്. നിങ്ങൾ അവരുടെ മുമ്പിൽ മാതൃകയാണ്. മറ്റെല്ലാ കാര്യത്തിലും മാതൃക എന്നതുപോലെ നിങ്ങൾ ഈ കാര്യത്തിലും അവരുടെ മുമ്പിൽ മാതൃകയാണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അറാഫിങ്ങൾ എടുക്കൽ അവർ പിന്നെ ഞാൻ എൻ്റെ ഒരു ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ പലപ്പോഴും. ഇസ്മിൻ്റെ പണി എടുത്തിരുന്നതായ ഷെയ്ഖാണ്. ആ ഷെയ്ഖിൻ്റെ പുസ്തകം നോക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എന്താണ്? മൂപ്പരാര് വന്നാലും നിൻ്റെ ഉമ്മാൻ്റെ പേരെന്ത്, നിൻ്റെ ഭാര്യയുടെ പേരെന്ത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേരെന്ത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ആ വ്യക്തിയുടെ പേരിൻ്റെ ലാസ്റ്റിലുള്ളതായ ഭാഗം എഴുതും, അല്ലെങ്കിൽ ആദ്യത്തിലുള്ള അക്ഷരം എഴുതും. എന്നിട്ട് ആ അക്ഷരത്തിലൂടെ മൂപ്പര് ആ ബിജതി കണക്കനുസരിച്ചിട്ടുള്ള എണ്ണം ഉണ്ടാക്കും. അത് എണ്ണം 15-ാം നമ്പറാണെങ്കിൽ മൂപ്പരുടെ പുസ്തകം 15-ാം പേജ് മറിക്കും. അപ്പോൾ ഇയാളിങ്ങനെ പ്രയാസപ്പെട്ട് വരാണല്ലോ, മാനസിക രോഗമായിട്ട് വരാണ്. ഇയാൾ അവിടെ ഇല ചലിക്കുന്ന കണ്ടപ്പോൾ പിശാച്ച് ഓടുകയാണെന്ന് ബേജാറായി വരികയാണ്. പിശാച്ച് വീട്ടിൽ ഓടുകയാണെന്ന് തോന്നിയിട്ട് അയാൾ ഓടി വരികയാണ് ഷെയ്ഖിൻ്റെ അടുക്കലേക്ക്. അങ്ങനെ ഷെയ്ഖ് ഈ പുസ്തകം മറിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ഇങ്ങനെ കണക്ക് എങ്ങനെ നമ്മുടെ നാട്ടിലെന്താ പറയുക, കണക്ക് നോക്കല. ഇത് ജ്യോത്സ്യക്കാരുടെ പണിയാണ് കേട്ടോ, മനസ്സിലായില്ലേ? ഇത് യാഥാർത്ഥ്യമൊന്നുമല്ല. അയാളെന്നോട് പറഞ്ഞതാണ്, യാഥാർത്ഥ്യമല്ലാന്ന് ഞാൻ പറയല്ല. സാധാരണ ഇത് മുസ്ലിയാരെന്നൊന്നുമല്ല ഈ പറയുന്ന മനുഷ്യൻ. പിന്നെയോ കേരളത്തിലുള്ള സമസ്തയുടെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളായ ഹുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മെരുമകൻ പുതിയാപ്പള, എൻ്റെ ഉസ്താദ്. മാസങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബ മെമ്പറും ദൂരത്തെ അദ്ദേഹം മരിച്ചു. അദ്ദേഹം ഇങ്ങനെ കാട്ടുന്ന കണ്ടപ്പോൾ എനിക്ക് പ്രയാസമുണ്ടായി. പിന്നെ അദ്ദേഹം എനിക്ക് പഠിപ്പിച്ചു തന്നു. അദ്ദേഹം ഇങ്ങനെ കടലാസ് മറിക്കും, എന്നിട്ട് പറയുന്നത് 15-ാം നമ്പർ, നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ദ്രോഹമുണ്ട്. അതെന്താണ്? ആ വൃക്ഷം. എല്ലാവരുടെ വീട്ടിൻ്റെ മുമ്പിൽ കേരളത്തിൽ വൃക്ഷം തന്നെയല്ലേ?
ആ വൃക്ഷം അത് വെട്ടണം, നല്ല തീരൂ. പിന്നെ ആ കക്കൂസ് ആ മൂലയിൽ നിന്നിട്ട് മാറ്റണം. പാവം ആകപ്പാടൊരു വീട് എങ്ങനെയോ കടം വാങ്ങി കെട്ടിയതാ. കക്കൂസും കൂടി പൊളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? വീട്ടിൻ്റെ ശൈലി തന്നെ മാറേണ്ടി വരും. അങ്ങനെ അപ്പോൾ അതല്ല, വേറെ കടലാസിൽ വേറൊന്നും എഴുതി കാണും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതെല്ലാം ഒരു കടലാസിൽ എഴുതി കൂട്ടും. അപ്പോൾ എങ്ങനെ മറിച്ചാലും തിരിച്ചാലും കേൾക്കുന്ന ആൾക്ക് സന്തോഷം തന്നെ. ഓ, വല്ലാത്ത ഷെയ്ഖന്ന, എൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും അദ്ദേഹത്തിന് അറിഞ്ഞല്ലോ എന്ന്. ഒന്നും അറിഞ്ഞിട്ടില്ല മൂപ്പർക്ക്, ഒന്നും അറിയില്ല. മൂപ്പർക്ക് തലവേദന വന്നാൽ എവിടുന്നാ വന്നതെന്ന് അറിയില്ല. പിന്നെയല്ലേ മറ്റുള്ളവരുടെ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ കാട്ടുന്ന ആൾ എന്നിട്ട് ചില ആൾക്കാർ ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിലേക്ക് മംഗലാപുരത്തേക്ക് അഡ്മിറ്റ് ആവാൻ പോയോലോ, തങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ ജനങ്ങൾ ക്യൂ നിൽക്കുക. തങ്ങൾ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിന് മുമ്പിൽ ബേജാറായി. ആരോ പറഞ്ഞു പോലെ നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ നിന്നിട്ട്, നിങ്ങൾക്ക് പോയർത്തല്ലേ, നിങ്ങൾ ചികിത്സിക്കാൻ വേണ്ടി പോയ ഷെയ്ഖ് അവിടെ ക്രിസ്ത്യാനികളുടെ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുകയാണ്. അയാളുടെ രോഗം മാറ്റാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല, പിന്നെ എന്തിനാ നിങ്ങളുടെ രോഗം മാറ്റാൻ നിങ്ങൾ അയാളുടെ വീട്ടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നതെന്ന് ചോദിച്ചോലോ. അല്ലാഹു അലൈഹി ഹിദായത്തിലാകട്ടെ. ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടിയാണ് ഇസ്ലാമിക് ചികിത്സ എന്ന തലക്കെട്ട് നൽകിയും കൊണ്ട് ഇവിടെ ക്ലാസ് നാം ആരംഭിച്ചത്. ഷെയ്ഖനോട് പറയുന്നു, അല്ല മനുഷ്യ, അഷ്റഫേ, നീ ശ്രദ്ധിക്കണം, ഞാൻ വൈദ്യനാണ്, എനിക്ക് രോഗം അറിയാം. എൻ്റെ മുമ്പിലേക്ക് വരുന്ന വ്യക്തിയുടെ രോഗം ഞാൻ ശരിക്ക് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കും. എന്നിട്ട് ദശമൂല അരിഷ്ടമാണെങ്കിൽ അത്, ഭാഷാരിഷ്ടമാണെങ്കിൽ അത്, എന്തരിഷ്ടമാണ് മൂപ്പർക്ക് കൊടുക്കേണ്ടത് അത് ഞാൻ ശരിക്ക് പാകം ചെയ്തുണ്ടാക്കുന്നുണ്ട്. ആ വൈദ്യൻ, ഞാൻ വൈദ്യനായതുകൊണ്ട് അതിലൂടെ മൂപ്പരുടെ ചികിത്സ രോഗം മാറും. പിന്നെ മൂപ്പർക്കുള്ളതായ ശക്കുകളും മൂപ്പർക്കുള്ളതായ വസുവാസുകളും ഞാൻ ഇങ്ങനെ എണ്ണിയിട്ട് അയാളെ വഞ്ചിക്കുന്ന സമയത്ത് അയാൾക്ക് അത് മാറുകയും ചെയ്യും. ഞാനിങ്ങനെ പുസ്തകം മറിക്കുന്ന കാണുമ്പോൾ എന്താണ് പാൽക്കിതാബ്, ഞങ്ങളുടെ ഭാഗത്ത് പറയുന്നതാണ് പാൽക്കിതാബ് നോക്കുക. പാൽക്കിതാബ് നോക്കി ഖലാസ്, അവസാനിച്ചു. സത്യം അസത്യം, നന്മ തിന്മ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ മൂപ്പരുടെ പകുതി രോഗം അതോടുകൂടി മാറി ഈ പുസ്തകം മറിക്കുമ്പോൾ. പിന്നെ ബാക്കിയുള്ള ശരിക്കുള്ള രോഗമോ അരിഷ്ടത്തിലൂടെയും മാറും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാട്ടാണ്. നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നീ ഞാൻ പഠിപ്പിച്ചിരുന്ന ഹദീസ് മാത്രം പഠിച്ചാൽ മതി, എന്നല്ലാതെ നീ ഈ ചികിത്സ പഠിക്കണ്ട, അഥവാ ഏത് തട്ടിപ്പ് നീ പഠിക്കണ്ട എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഷേഖന്മാരുടെ കൂട്ടത്തിൽ എന്നെ നന്മയിലേക്ക്, അഥവാ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഷെയ്ഖ് അതാണ്, ആ മനുഷ്യനാണ്. പിന്നെ ഒരു ഷെയ്ഖ് മൂപ്പര് പുകവലിക്കും. പക്ഷേ മൂപ്പർ എന്നെ പുകവലിക്കാൻ വിടൂല, തിൽമീസന്മാരാരെയും പുകവലിക്കാൻ വിടൂല. അവസാനം മൂപ്പർ പുകവലി ഒഴിവാക്കി. അങ്ങനെ ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം ഏതായാലും ഈമാനോടുകൂടി മരിച്ചവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പ്രയാസങ്ങളോടെ പ്രയാസം അകറ്റട്ടെ. ആക്സിഡൻറ്റിൽ പെട്ടുകൊണ്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ 2 പേരും, പുരുഷനും സ്ത്രീയും 2 പേരും ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അവർക്ക് സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പെട്ടെന്ന് ഡിസ്ചാർജ് ആവാൻ ആരോഗ്യത്തോടു കൂടി അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ രോഗികൾ ആരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്, ശബ്ദം കേൾക്കുന്നവരിലുണ്ട്, അവരുടെ എല്ലാം രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മരണം വരെ ജീവിക്കാനുള്ളതായ പരിപൂർണ ആരോഗ്യം അള്ളാഹു നൽകട്ടെ. സഹോദര സഹോദരിമാരെ, പറഞ്ഞു വരുന്നത്, വിരോധിക്കപ്പെട്ടു. ആദ്യ കാലഘട്ടത്തിൽ ഈ കണക്കപ്പിള്ളയെ കാണുക എന്നതും അതുപോലത്തെ ലക്ഷണം നോക്കുക എന്നതും ശുഭലക്ഷണം, അവലക്ഷണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭലക്ഷണം ഇഷ്ടപ്പെടും. ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നാം എവിടെയെങ്കിലും ചെന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും യുദ്ധത്തിന് വേണ്ടി ചെന്നാൽ അവിടെ പ്രഭാതത്തിൽ അങ്ങോട്ട് കടക്കുമ്പോൾ വല്ല കൃഷിക്കാരെയൊക്കെ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചുറ്റുപാടാണ്, നല്ല അന്തരീക്ഷമാണ് എന്ന് പറയും. അങ്ങനെയുള്ള നല്ലത് നമുക്ക് കാണുമ്പോൾ സന്തോഷമല്ലേ? നാം രാവിലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ 5 വഖ്ത് കൃത്യമായി നമസ്കരിക്കുന്നതായ ഒരു പണ്ഡിതന് വിട്ടുകിടക്കുന്ന കണ്ടാൽ അൽഹംദുലില്ലാഹ്, ഞാൻ ഇന്ന് രാവിലെ കണ്ട നല്ലൊരു മനുഷ്യനെയാണ് നമുക്ക് ഹൃദയത്തിൽ. അതാണ് ശുഭലക്ഷണം റസൂലിന് ഇഷ്ടമായിരുന്നു. അത് ഖൈറുൻ ഷർറും അയാളെ കയ്യിലാണ് എന്ന അർത്ഥത്തിലേക്കല്ല. മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതാണ് നല്ല കാഴ്ച, നല്ല ചിന്ത, നല്ല ആളെ, നല്ല ചുറ്റുപാട്. അതാണ് ശുഭലക്ഷണം. നേരെ മറിച്ച് അവലക്ഷണം എന്നതോ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. അവലക്ഷണം എത്രത്തോളം അത് കരുതിക്കൂട്ടി ഞാൻ ഈ സിഗ്നലെത്തുമ്പോൾ പച്ചയായാൽ അത് എൻ്റെ
ഞാൻ ഉദ്ദേശിച്ചു പോകുന്ന പ്രശ്നം അതിലൂടെ പരിഹരിക്കപ്പെടും എന്നതിലേക്കുള്ളതായ തെളിവാണ് എന്ന നിയത്തിൽ കൂടിയാണ് ഒരാൾ പോകുന്നതെങ്കിൽ പച്ച ആയാലും ആയില്ലെങ്കിലും ആ ചിന്ത തെറ്റാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. പോകുമ്പോൾ എല്ലാ ഇടങ്ങളിലും സിഗ്നൽ തുറന്നു കിട്ടിയാൽ നല്ലതാണെന്ന് വിചാരിച്ചോളി. പക്ഷേ അതിലൂടെ നിങ്ങളുടെ ഖൈറ് തുറന്നു കിട്ടിയെന്നോ അതിലൂടെ നിങ്ങൾക്ക് ഖൈറ് കിട്ടുമെന്നോ ഇനി പച്ച ആയില്ലെങ്കിൽ എന്തോടുന്നു, അത് ഇലക്ട്രോണിക്കിൽ വർക്ക് ചെയ്യാണ്, അതിൻ്റെ ടൈം ആകുമ്പോഴേ അത് കത്തുള്ളൂ. ഇനി പച്ച ആയില്ലെങ്കിൽ നീ ഇതൊരു അവലക്ഷണമായി പോയല്ലോ, ഇത് ഗതികേടായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാറ് സൈഡിലാക്കലോ അല്ല. പൂച്ചയെ കണ്ടിട്ട് കാറിൽ സൈഡാക്കിയ ആളെ നാം കേട്ടിട്ടുണ്ട്. കറുത്ത പൂച്ച ഓടിയത് കൊണ്ട് മൂപ്പർ കാർ സൈഡാക്കിയെന്നാണ്. എന്താണ്, വേറെ ആരെങ്കിലും കാറ് പോട്ടെ പിന്നെ ഞാൻ പോവാണ്. അപ്പോൾ മൂപ്പർക്ക് അതൊരു അവലക്ഷണമാണ് കറുത്ത പൂച്ച പോവാന്നുള്ളത്. അത് എൻ്റെ കാറിന് വേണ്ട, വേറെ ആർക്കും ആയിക്കോട്ടെ എന്ന്. എങ്ങനെയുണ്ട്? അതെ, അതുപോലെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതാണ് വിരോധിക്കപ്പെട്ടതായ ശൈലി. നമുക്കറിയാത്തതായ രോഗം മാറ്റാൻ വേണ്ടി നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തുക. നക്ഷത്രങ്ങളെ, ഇയാൾ ജനിച്ച ദിവസം എന്നാണ്, അന്നത്തെ ദിവസത്തുള്ള നക്ഷത്രം ഏതാണ്, അങ്ങനെ അതനുസരിച്ചിട്ട് പത്രത്തിലൂടെ എഴുതി വരാറുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പത്രത്തിൽ. നക്ഷത്രത്തിലൂടെ നന്മകൾ കണ്ടെത്താൻ, തിന്മകൾ കണ്ടെത്താൻ അത് ഉപയോഗപ്പെടുത്തുക പാടില്ല. നക്ഷത്രത്തെക്കുറിച്ചുള്ളതായ ചലനത്തെക്കുറിച്ചുള്ള വിജ്ഞാനം ഒരു എൽമ പഠിക്കാൻ വേണ്ടി, എൽമ് എന്ന രൂപത്തിൽ പഠിക്കാൻ വേണ്ടിയല്ലാതെ അവലക്ഷണവും സുബലക്ഷണവും മനസ്സിലാക്കാനോ രോഗം മനസ്സിലാക്കാനോ ഇങ്ങനെയുള്ള വേണ്ടാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താനോ പാടുള്ളത് അല്ല, ഹറാമാണ്. അപ്രകാരം തന്നെ ജിന്നിനെ സഹായം തേടുക, ജിന്നിലൂടെ സഹായം തേടുക, അതും രോഗം മാറ്റാൻ വേണ്ടി ഹറാമാണ്. അത് പ്രത്യേകിച്ച് ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കാണ്. ശ്രദ്ധിക്കുക, ജിന്നെ ഞങ്ങളൊന്നും കാട്ടുന്നില്ല, ഞങ്ങളിങ്ങനെ മുസ്ലിയാരുടെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ തങ്ങളുടെ അടുക്കലേക്ക് പോവുക, തങ്ങളിങ്ങനെ കല എഴുതുക, ചട്ടി എഴുതുക, അല്ലെങ്കിൽ വല്ല പ്ലേറ്റ് എഴുതുക, അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മനസ്സിലാക്കുക എന്നാ പറയാം. അല്ല, മൂപ്പരെ നിങ്ങളോട് പറയും, നിങ്ങളുടെ ഈ രോഗം മാറിയാൽ, നിങ്ങളുടെ കുട്ടി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡിസ്ചാർജ് ആയാൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ആടിറക്കണം. ആർക്കാണ് ഈ ആട്? ജിന്നിനാണ് ആട്. ഏത് ജിന്ന്? മൂപ്പര് ജപിച്ചെടുത്തതായ ജിന്ന്. എന്തിനു വേണ്ടി? ഈ രോഗം മാറ്റണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജപിച്ചെടുത്തതായ ജിന്ന്. വിഷയം വരാൻ പോകുന്നുണ്ട് അടുത്ത ക്ലാസ്സുകളിലൂടെ. ജിന്നിനെ ജപിച്ചെടുക്കലുണ്ടോ? ജിന്നിനോട് സഹായം തേടാൻ പാടുണ്ടോ? ജിന്നിനോട് സഹായം തേടാൻ സാധിക്കുമോ? ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ കടക്കുമോ? അതിനെ കടന്നു കഴിഞ്ഞാൽ പുറത്തെടുക്കാൻ വേണ്ടി പ്രത്യേക മന്ത്രങ്ങളുണ്ടോ എന്നീ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇന്നെത്താൻ പറ്റുകയില്ല, കേൾക്കാൻ പോകുന്നുണ്ട്. കാരണം ഈ വിഷയം ആരംഭിച്ചിരിക്കവേ പലരുടെയും ആവശ്യാർത്ഥം, നിങ്ങളെപ്പോലത്ത സദസ്യരല്ലാത്തവരും പലരുടെയും ആവശ്യാർത്ഥം ഇതിൻ്റെ പരിപൂർണത ഞാൻ പുതിയ ശൈലിയിൽ നൽകും. പുതിയ ശൈലിയിൽ എന്ന് പറയാൻ കാരണം ഈ വിഷയം പഴയ കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇവിടെ മദീനയിൽ എൻ്റെ ക്ലാസ്സിൽ നമ്മിവിടെ പറഞ്ഞു, മക്ക കാഫിര്യങ്ങൾ പറയാറുണ്ടായിരുന്നു, ഏതെങ്കിലും താഴ്വരയിൽ ഇറങ്ങിയാൽ ഈ താഴ്വരയുടെ നേതാവായ ജിന്നിനെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇന്നഹു കാന റിജാലും മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് തായിഫിൽ നിന്നിട്ട് കല്ലേറ് കൊണ്ട് മടങ്ങി വരുമ്പോൾ മനുഷ്യന്മാർ ഈ മതം സ്വീകരിക്കാതിരുന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ജിന്നുകളെ അള്ളാഹ് അയച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബാക്കിൽ നിന്നിട്ട് അവർ നമസ്കരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് അവർ ഖുർആൻ കേട്ടു. എന്നിട്ട് അവർ വന്നു പോയ വാർത്തയെക്കുറിച്ച് സൂറത്തുൽ ജിന്ന് എന്ന സൂറത്തിലൂടെ ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന് എന്ന് തുടങ്ങിയും കൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് ആയത്തിറക്കി. അക്കൂട്ടത്തിൽ ജിന്നുകൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ അമുസ്ലിങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ അക്രമികളുണ്ട്, ഞങ്ങളുടെ കൂടെ നീതി പുലർത്തുന്നവരുണ്ട്, ഞങ്ങളുടെ കൂടെ എല്ലാ ഇനങ്ങളുണ്ട്. നാം ഇന്ന് പറയും പോലെ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ കൂടെ, അല്ലേ? എന്നതുപോലെ ജിന്നുകളുടെ ഇടയിലും ഗ്രൂപ്പ്സുകളുണ്ട് എന്ന് ഖുർആൻ പറയുന്ന ശൈലിയിൽപ്പെട്ടതാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂലിനിട്ട് കേട്ടതായ തത്വങ്ങളായിട്ട് അവരുടെ അനുയായികളായ
ഇറാഖിലുള്ള ജിന്നുകൾക്കും ലോകത്തിൽ അന്നുണ്ടായിരുന്ന അവർ വന്ന ഭാഗത്തിലുള്ള ജിന്നുകൾക്കെല്ലാം എത്തിച്ചു കൊടുത്തതായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹ്ക്കല്ലാതെ നേർച്ച പാടില്ല, അള്ളാഹ്ക്കല്ലാതെ ജീവിതമില്ല, അള്ളാഹ്ക്കല്ലാതെ മരണമില്ല എന്നീ തൗഹീദിൻ്റെ വശങ്ങളും. പണ്ടൊരു കാലഘട്ടത്തിൽ ആകാശങ്ങളിൽ ഞങ്ങൾക്ക് സീറ്റ്സുകൾ ഉണ്ടായിരുന്നു. ആ സീറ്റ്സുകളിൽ ഞങ്ങൾ ഇരുന്നു കൊണ്ട് ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നതായ വാർത്തകളെ ചോർന്നെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് സാധിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വാർത്ത ചോർന്നെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങളിലേക്ക് തീനാളം എറിയപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ള രംഗങ്ങളിലേക്ക് ഖുർആൻ ഇറങ്ങിയ ശേഷം എത്തി. ഖുർആൻ ഇറങ്ങിയ ശേഷം ചോർന്നെടുക്കലും കട്ടെടുക്കലും കണക്കപ്പിളമാരെ സഹായിക്കാൻ വേണ്ടി പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തലും എല്ലാം സ്റ്റോപ്പായി. പിന്നെ പറയുന്നതെല്ലാം കണക്കപ്പിളമാർ കളവായി മാറി. അധികവും ചിലപ്പോൾ 100 പറയുമ്പോൾ 1 ശരിയായിരിക്കാം. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് തന്നെ ജിന്നിനെ കൊണ്ട് സഹായം തേടുക എന്നത് അതിലൂടെ മനുഷ്യന്മാരിൽ നിന്നിട്ട് ചിലർ ജിന്നുകളെ കൊണ്ട് സഹായം തേടാറുണ്ടായിരുന്നു. അതിലൂടെ അവർക്ക് നന്മ ലഭിച്ചില്ല, പ്രയാസമാണ് ലഭിച്ചത് എന്ന് പറഞ്ഞു എന്ന് ഖുർആൻ പറയുന്ന ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അതുകൊണ്ട് ആരും പൂജാരിയുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ ജ്യോത്സ്യക്കാരുടെ അടുക്കിലേക്കോ അല്ലെങ്കിൽ അനിസ്ലാമിക മന്ത്രങ്ങൾ നടത്തുന്ന തങ്ങന്മാരുടെ അടുക്കിലേക്കോ മുസ്ലിയാമാരുടെ അടുക്കിലേക്കോ, മുസ്ലിയാരായിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ ധാരാളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വലിയ പ്രാധാന്യം അർഹിക്കേണ്ട സാധനമല്ലെങ്കിലും ഞാൻ പള്ളി ദർസിൽ ജീവിച്ച മനുഷ്യനാണ്. എൻ്റെ നാട്ടുകാരായ കാസർഗോട്ടുകാരോട് ചോദിച്ചാൽ അറിയാം. കാസർഗോട്ടിൽ നിന്നിട്ട് ചെറുക്കള എന്ന് പറയുന്ന നാടൊക്കെ നിങ്ങൾക്ക് മന്ത്രി ആ നാട്ടിൽ നിന്നിട്ടുള്ളത് കൊണ്ട് അറിയാം പെട്ടെന്ന്. ചെറുക്കളം തൊട്ട് നിൽക്കുന്ന പട്ടണത്തിൻ്റെ പേരാണ് ചെങ്കളം എന്ന നാട്ടിലേക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി എൻ്റെ 17ാമത്തെ വയസ്സിൽ പോയി. അന്ന് ഞാൻ ഉപരിപഠനം നടത്താൻ പോകുന്നതിന് മുമ്പാണ്. ആ സന്ദർഭത്തിൽ ഞാൻ ഏത് ഷെയ്ഖിൻ്റെ കൂടിയാണ് MFV അഹമ്മദ് മൗലവി, അഹമ്മദ് മൗലവി, അതറിയുന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ നാട്ടുകാർ. ആ മൗലവിയുടെ കൂടെയാണ് അധിക സമയവും ഞാൻ ഉണ്ടായിരുന്നത്. ആ മുസ്ലിയാർ ആ നാട്ടിലേക്ക് ഖതീബായി മുദരിസായി നിർണയിക്കപ്പെട്ടപ്പോൾ നിർണയിക്കപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ മെഹ്റാബിൻ്റെ മധ്യത്തിൽ വലിയ, ഞങ്ങളുടെ ഭാഷയിൽ കലം എന്നറിയില്ല നിങ്ങൾ, മൺകലം മെഹ്റാബിൻ്റെ മധ്യത്തിൽ ഷെയ്ഖ് അതേ ആഴ്ചയിൽ ജുമ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഉസ്താദ് വേലൂരിന്ന് തഹസീലായ മുസ്ലിയാരാണിത്, മനസ്സിലായില്ലേ? അദ്ദേഹം അവിടുന്ന് പ്രസംഗിച്ചു. ഒന്നിരിക്കലോ ഇയാൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടാളും പറ്റൂല ഈ പള്ളിയിൽ. ഈ ഖതീബും ഞാനും ഒന്നിച്ച് ഇവിടുന്ന് മുന്നോട്ട് പോകില്ല. കാരണം അയാൾ ഫാസിഖാണ്. അയാളെ ബാക്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവൂല. എന്താ ഫാസിഖ്? ഇസ്മിൻ്റെ പണിയെടുക്കുന്ന ആൾ, നമ്മുടെ നാട്ടിൽ പറയുന്ന അസ്മാഇൻ്റെ പണിയെടുക്കുന്ന ആൾ, ജനങ്ങളെ വഞ്ചിക്കുന്ന ആൾ ഫാസിഖാണ്. അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്ന് നിസ്കരിച്ചാൽ എൻ്റെ നിസ്കാരം സഹിയാവൂല. അതുകൊണ്ട് ഞാനിവിടെ മുദരിസായി വർക്ക് ചെയ്യണമെങ്കിൽ ഇയാളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു. അയാൾ തങ്ങൾ കൂടിയായിരുന്നു ആ ഖതീബായ മനുഷ്യൻ. അവസാനം നാട്ടുകാർ നിർബന്ധിതനായി, അവർക്ക് ഇയാൾ ആവശ്യമുണ്ട്, ഇയാൾ നല്ല പണ്ഡിതനാണ്, കിതാബ് തിരിയുന്ന മുസ്ലിംമാർക്കറിയാം. എൻ്റെ സദസ്സിൽ ബാക്കവിമാരൊക്കെ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിക്കുക. ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ പറയും കിതാബ് തിരിയുന്ന മുസ്ലിയാർ, അങ്ങനെ പറയാം നമ്മൾ. കിതാബ് തിരിയുന്ന മുസ്ലിയാറാണ് എൻ്റെ ഈ ഉസ്താദ്. ശരിക്കും കിതാബ് തിരിയും മൂപ്പർക്ക്. അതുകൊണ്ട് അവർ മുദരിസിനെ നിലനിർത്തി ഖതീബിനെ ഒഴിവാക്കി. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഇത് അഷ്റഫ് മദീനയിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നതായ കാര്യമൊന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ള എല്ലാ നിറഞ്ഞ പണ്ഡിതന്മാരായിട്ട് അവർ ഗണിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കി വെച്ചതാണ് ഇങ്ങനെയുള്ള അനിസ്ലാമിക ചികിത്സകൾ. അതിൽ മന്ത്രമെന്ന് പേര് പറഞ്ഞാലും തട്ടിപ്പാണ്. കാരണം ജനങ്ങളെ വശീകരിച്ച് വഞ്ചിച്ച് കാശുണ്ടാക്കുന്ന പദ്ധതിയാണത്. സിഹറിലൂടെ സിഹർ മാറ്റ, മരണത്തിലൂടെ മരണം മാറ്റ. സുബ്ഹാനല്ലാഹ്, മരണം ഉണ്ടാക്കി കൊടുക്കുക. അതെ, മരണം ഉണ്ടാക്കി കൊടുക്കുക. മാറ്റൽ മാത്രമല്ല, ഒരാൾക്ക് മാറണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിനും പൈശാചിക ശല്യത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് ജപിച്ചെടുത്ത് ശിർക്ക് ചെയ്ത് ഇസ്ലാമിലിട്ട് കയറ്റോട്ടായി. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വൻ മഹാപാപമായിട്ട് റസൂൽ പഠിപ്പിച്ച 7 നാം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യത്തേത് എന്താണ്? ഷിർക്ക് അല്ലേ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ ഏറ്റവും വലിയ പാപം, മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൽ. പിന്നെ അതിനോട് തൊട്ടു നിൽക്കുന്നതാണ് സിഹർ, മാരണം. എന്താണ് മാരണം? മനസ്സിലായില്ലേ? വിരോധിക്കപ്പെട്ടതായ
പവിത്രതയുള്ള ഒരു മുസ്ലിം മനുഷ്യനെ വധിക്കൽ പോലോത്ത വേറെ ബാക്കി ഭാഗങ്ങൾ റസൂൽ പറയുന്നുണ്ട്. അപ്പം മാരണം എന്തുകൊണ്ട് ഈ ഷിർക്കോട് യോജിച്ച് നിൽക്കുന്നു? ഷിർക്കില്ലാതെ മാരണം ചെയ്യാൻ പറ്റൂല. ഷിർക്കോട് കൂടിയേ മാരണം ചെയ്യാൻ പറ്റുള്ളൂ. മാരണമെന്ന് പറയുന്നതിൻ്റെ കൂടെ എന്ത് വേണം? കേൾക്കാൻ പോകുന്നത് പോലെ അടുത്ത ക്ലാസ്സിലൂടെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ വിശദമായി അത്തരം കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. അതെ, അപ്പോൾ ജിന്നിനോട് സഹായം തേടുക നാം അനുഭവത്തിലൂടെ ഇപ്പോൾ പഠിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ കൊള്ളുന്ന മുസ്ലിയാമാർ സമസ്തക്കാരാവട്ടെ അല്ലാത്തവരാവട്ടെ പണ്ഡിതന്മാർ വെറുക്കുന്ന അറക്കുന്ന കാര്യമായിരുന്നു എന്ത്? ഈ രൂപത്തിലുള്ളതായ അനിസ്ലാമിക ചികിത്സ. ഇസ്ലാമിക ചികിത്സ വേറെയുണ്ട്. ഇസ്ലാമിക ചികിത്സയാണ് നമ്മുടെ വിഷയം. അപ്പോൾ അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി വമൻ ലാ യഅരിഫു ശർറ ജദീറുൻ അൻ യഖഅ ഫീഹി. കവി പറയുന്നു അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹി. ഞാൻ അപകടത്തെ പഠിക്കുന്നു. എന്തിനാണ്? അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി. അപകടം ഒരാൾ പഠിച്ചിട്ടില്ലെങ്കിൽ ജദീറുൻ അൻ യഖഅ ഫീഹി, അതിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിനോട് ചോദിക്കൽ നന്മകളെക്കുറിച്ചാണ്. ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ച് പഠിക്കാറുള്ളത് തിന്മകളെക്കുറിച്ചാണെന്ന് മഹാനായ നബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പേരിൽ നാം പഠിച്ചു വന്നതായ ഹുദൈഫത്തുൽ യമാനി. ആരാണ്? ഹുദൈഫത്തുൽ യമാനി. ഹുദൈഫത്തുൽ യമാനി സാധാരണ വ്യക്തിത്വമല്ല. റസൂലുള്ള വഫാത്തായ ശേഷം വല്ല മയ്യത്ത് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കലിങ്ങനെ ഹുദൈഫയാണ്. ഹുദൈഫ നമസ്കരിക്കുന്ന കണ്ടാൽ മൂപ്പർ നമസ്കരിക്കും. ആര്? ഉമറേ. ഇല്ലെങ്കിലോ നമസ്കരിക്കൂല. കാരണം ഹുദൈഫ നമസ്കരിക്കാത്തത് മൂപ്പര് കപട വിശ്വാസിയായതുകൊണ്ടാണ്. ആര്? മരിച്ചു കിടക്കുന്ന ആളെ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ആരാണ് കപട വിശ്വാസികൾ, ആരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. ആരോട്? പേര് പാടാക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഹുദൈഫത്തുൽ യമാൻ പറയുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വരാൻ പോകുന്നതായ വിപത്തുകൾ, അപകടങ്ങൾ, ഷർറുകൾ, അവകളാണ് ഞാൻ കൂടുതൽ ചോദിച്ച് പഠിക്കാറുള്ളത്. എന്തുകൊണ്ട്? അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി, അപകടത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഞാനും നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ അപകടത്തിൽ പെട്ടുപോകരുത്. രോഗം ആർക്കും ബാധിക്കാം. പക്ഷേ രോഗം ബാധിക്കുന്ന വേളയിൽ കാരണം അറിയാതിരുന്നാൽ തങ്ങൾ അടുത്ത് പോയാലോ, ആ ഇസ്മിൻ്റെ പണിക്കാരെടുക്കൽ പോയാലോ, ആ പൂജാരി അടുക്കലേക്ക് പോയാലോ? ഈ ചോദ്യങ്ങൾ എന്നോട് തന്നെ എൻ്റെ ക്ലാസ് മെമ്പർമാർ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. പലരും അവിടെ പോയി രോഗം മാറിയിട്ടുണ്ടല്ലോ, എന്താ നമുക്കും പോയി നോക്കിക്കൂടെ എന്നൊക്കെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ പലരും ഇന്ന ഖബറിലേക്ക് പോയപ്പോൾ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫുസ് സൂഅ വയജഅലുകും ഖുലഫാഅൽ അർള് അയിലാഹും മഅല്ലാഹ്. പ്രശ്നം പരിഹരിക്കുന്ന, പ്രയാസം മാറ്റുന്ന, രോഗം നീക്കുന്ന ആള് നിങ്ങൾക്ക് ആരുണ്ട്? അല്ലാഹു അല്ലാതെ. അല്ലാഹു അല്ലാതെ വേറെ വല്ല ദൈവങ്ങളുണ്ടോ, വല്ല ഇലാഹുകളുണ്ടോ? നിങ്ങളെന്താ ചിന്തിക്കാത്തത്? നിങ്ങളെന്താ സത്യത്തിലേക്ക് മടങ്ങി വരാത്തത് എന്ന് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നാം ചിന്തിക്കണം. ശിഫ അല്ലാഹുവിൻ്റെ കയ്യിൽ നിന്ന് നാം കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെയും പഠിച്ചു വന്നു. ഇസ്ലാം അംഗീകരിക്കാത്തതായ റുഖിയ അല്ലെങ്കിൽ റുഖ ബഹുവചനം, റുഖിയ ഏകവചനം. അതെ, ഇസ്ലാം അനുവദിക്കാത്തതായ കാര്യങ്ങളെക്കുറിച്ച് ഷിർക്കാണ് എന്ന പദപ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങളിവിടെ പല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു, മന്ത്രിക്കുന്നു, ഞങ്ങൾക്ക് പ്രയോജനം ലഭിക്കാറുണ്ട്, അത് പാടില്ല എന്നാണോ ദൂതരെ? റസൂല് പറഞ്ഞു. എന്നാൽ അതൊന്ന് കേൾക്കട്ടെ. റസൂല് കേട്ട ശേഷം ലാ ബഅസ ബിർറുഖാ മാ ലം യകുൻ ഫീഹി ഷിർക്ക്, ഇതിൽ ഷിർക്കില്ലാത്ത കാലത്തോളം വിരോധമില്ല, പറഞ്ഞോളീൻ. നമുക്ക് സ്വയം തന്നെ റബ്ബേ എൻ്റെ രോഗം മാറ്റണം, അല്ലെങ്കിൽ കുട്ടിക്ക് രോഗം, നമ്മൾ വീട്ടിൽ ചെന്ന് ഒരു വ്യക്തി രോഗിയായിട്ട് കിടക്കാണ്, അറബിയിലൊന്നും പറയാൻ അറിയില്ല, പ്രാർത്ഥന അറിയില്ല, തലയിൽ കൈവെക്കുക, റബ്ബേ നീയാണല്ലോ രോഗത്തെ ശിഫിയാക്കുന്ന ആൾ, ഈ വ്യക്തിയുടെ രോഗത്തെ നീ ശിഫിയാക്കണം.
അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യുആഫിയക വയശ്ഫിയക. അർശിന്റെ ഉടമയായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, അളീമായ മാന്യനായ റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ രോഗത്തെ അള്ളാഹ് സുഖപ്പെടുത്തട്ടെ എന്ന് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. എത്ര സമാധാനം ഉണ്ടാവും. രോഗം മാറിയില്ലെങ്കിലും മൂപ്പർക്കൊരു സമാധാനം അള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ, ദിക്ർ കേൾക്കുമ്പോൾ. അതേസമയത്ത് അള്ളാഹിനെ സ്മരിക്കാതിരിക്കുന്നവർക്ക് എപ്പോഴും കൂട്ടുകാരൻ പിശാചായിരിക്കും, എപ്പോഴും അവൻ്റെ കൂട്ടുകാരൻ പിശാചായിരിക്കും. അവൻ ചിന്തിക്കൽ വടക്കായിരിക്കും, അവൻ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കാം. മ്യൂസിക് കാറട്ടി മറിഞ്ഞു. ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൈ അകത്തേക്കിട്ടു. കൈ അകത്തിട്ടവൻ ഞാനാണ്. പറയാണ് യാ നായ, ചീത്ത പറയാണ്. മൂപ്പര് മരിക്കാൻ പോവാണേ. മനുഷ്യൻ്റെ സ്ഥിതി അതാണ്. മുമ്പ് തന്നെ അള്ളാഹനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹനെ ഓർത്തുകൊണ്ടിരിക്കുന്നതായ മനുഷ്യനാണെങ്കിൽ അങ്ങനെയുള്ള അപകട മേഖലയിൽ വീഴുമ്പോൾ യാ അല്ലാഹ് എന്ന് പറയാൻ തോന്നൂലേ? പറയുന്നത് ചീത്തയാണ്. കാരണം മൂപ്പര് എവിടെയായിരുന്നു, എന്തായിരുന്നു കാട്ടിയിരുന്നത്? ഏതോ റോക്ക് ആൻഡ് റോളിൻ്റെ ശബ്ദം, ഏതോ മ്യൂസിക്കിൻ്റെ ശബ്ദം, ഏതോ ഹാർമോണിയത്തിൻ്റെ ശബ്ദം, ഏതോ അള്ളാഹനെ വെറുപ്പിക്കുന്നതായ ശബ്ദം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് കാറട്ടി മറിയുന്നത്. എങ്ങനെയുള്ള അപകടത്തിലൊക്കെ എത്ര പേര് എവിടെയൊക്കെ പെടാറുണ്ട്. എത്ര ടാക്കീസ് ഷഹീദന്മാരെ നാം കേട്ടിട്ടുണ്ട് പണ്ട് കാലഘട്ടങ്ങളിൽ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ മണിയറയിലല്ലേ ടാക്കീസ്. പണ്ടൊക്കെ ടാക്കീസിൽ തീപിടിച്ചു, അങ്ങനെ ഇത്ര പേര് മരിച്ചു. അതിൽ മുസ്ലിങ്ങളുണ്ടേ ഉണ്ടാകും. അപ്പോൾ ആരായി? ടാക്കീസ് ഷഹീദ്. മനസ്സിലായില്ലേ? ടാക്കീസിൽ വെച്ച് മരിക്കുന്ന ആൾക്കാർ. എങ്ങനെ നിനക്ക് മരിക്കാൻ ബോധ്യമുണ്ട്, അങ്ങനെ നീ ജീവിക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിനക്ക് നന്നായി മരിക്കാൻ ബോധ്യമുണ്ടെങ്കിൽ നന്നായി ജീവിച്ചു. മനസ്സിലായില്ലേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അങ്ങനെ നല്ല ഭാഗങ്ങളാണ് മലയാളത്തിൽ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അറബിയിൽ തന്നെ ആയിരിക്കണമെന്നല്ല, മലയാളത്തിലും പ്രാർത്ഥിക്കാം. നമസ്കാരത്തിൻ്റെ അകത്തല്ലാത്ത ഏത് പ്രാർത്ഥനകൾ ആർക്കും അവരവരുടെ മാതൃഭാഷയിലാകുന്നതുകൊണ്ട് വിരോധമില്ല. മാതൃഭാഷയിലാവാൻ പാടില്ലാത്തത് അത് നമസ്കാരത്തിൻ്റെ അകത്ത് മാത്രമാണ്. അതെ, പക്ഷേ മാതൃഭാഷയിൽ ആണ് നാം മന്ത്രിക്കുന്നതെങ്കിൽ തന്നെ നല്ലതായ പദങ്ങളായിരിക്കണം ഉപയോഗപ്പെടുത്തേണ്ടത്. അക്കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുമ്പോൾ അത് അറബിയിൽ തന്നെ പറയുക. അതറിയാത്ത മുസ്ലിമില്ലല്ലോ. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം എന്നീ അള്ളാഹിൻ്റെ നാമങ്ങൾ ചെല്ലാൻ അറിയുമല്ലോ. അത് ചൊല്ലിയിട്ട് ഈ സഹോദരൻ്റെ രോഗം നീ മാറ്റണം റബ്ബേ, അദ്ദേഹത്തിൻ്റെ രോഗത്തിന് നീ സമാധാനം നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. കൈ മീതെ വെച്ചിട്ടോ വെക്കാതെയോ. അതെ, മഹാനായ അൽ ഇമാം യഹ്യ ഇബ്നു ശറഫുൻ നവവിയും മഹാനായ അൽ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയും അപ്രകാരം ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനിയും അവരെ പോലത്തതായ നമ്മുടെ പണ്ഡിതന്മാരുമെല്ലാം കുറിച്ച് ക്രോഡീകരിച്ചതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. ഒരാൾ ഇസ്ലാമിക മന്ത്രമെന്ന പേരിലാവണം അവൻ്റെ മന്ത്രമെങ്കിൽ നിബന്ധനയുണ്ട്. ഒന്നാമത് അള്ളാഹിൻ്റെ കലാം കൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അസ്മാവ് കൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ സിഫാത്ത് കൊണ്ടായിരിക്കുക. ശ്രദ്ധിക്കുക, അള്ളാഹിൻ്റെ കലാം അതാണ് ഖുർആൻ. തെളിവാവശ്യമില്ലല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് മന്ത്രിക്കാൻ വേണ്ടി എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖി, ഖുൽ അഊദു ബിറബ്ബിൻ നാസി അല്ലേ? അത് ഖുർആനല്ലേ? പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു ബത്താൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി ഗ്രന്ഥം എഴുതിയതുപോലെ അവർക്ക് മുമ്പ് ഫത്ഹുൽ ബാരി വരുന്നതിന് മുമ്പ് അവർക്ക് മുമ്പ് ബുഖാരിയുടെ ശറഹ് എഴുതിയതായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഖുർആനിൻ്റെ ഒരു ഭാഗമാണ്. അത് ഖുർആനായതുപോലെ എല്ലാം അള്ളാഹിൻ്റെ കലാമാണ്. അതുകൊണ്ട് ഖുർആൻ ഫാത്തിഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസി വരേക്കും മന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? എല്ലാം അള്ളാഹിൻ്റെ കലാമാണ്. പക്ഷേ റസൂലുള്ള പഠിപ്പിച്ചതായ പ്രത്യേക സൂക്തങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് മന്ത്രങ്ങൾക്ക് അനിവാര്യമാണ്, നല്ലതാണ്, ഉപയോഗപ്രദമായി നാം പണ്ട് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്.
പിന്നെ ഉപയോഗപ്രദം എന്ന് പറയുമ്പോഴേക്കും ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ത് അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ നിബന്ധന പറയുന്നുണ്ട്. ആ നിബന്ധനയും കൂടി കേൾക്കുമ്പോൾ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തെ നിബന്ധന എന്താണ്? അള്ളാഹിൻ്റെ കലാമ് കൊണ്ട്, രണ്ടാമത്തെ അള്ളാഹിൻ്റെ അസ്മാവ് കൊണ്ട്, മൂന്നാമത്തെ അള്ളാഹിൻ്റെ സിഫാത്ത് കൊണ്ട്, നാലാമത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് വാരിദായതായ പ്രാർത്ഥന കൊണ്ട്. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, അദ്ഹിബിൽ ബസ് റബ്ബന്നാസ് ഇഷ്ഫി അൻത ഷാഫ് ലാ ഷിഫ ഇല്ലാ ഷിഫൗക, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതായ ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി, ഇന്നത്തെ നോട്ടിൽ നിങ്ങൾക്ക് കിട്ടുമത്. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേർ വരാൻ പോകുന്നുണ്ട്, കണ്ണേർ. അതെ, രണ്ടാമത്തെ നിബന്ധന